ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛൻ എനിക്ക് തരേണ്ട സമ്പത്ത് മുഴുവൻ അനുഭവിച്ച് തീർക്കുന്നവനല്ലേ താൻ. എന്റെ അച്ഛൻ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോ ഒരു വാക്ക് ചോദിക്കാത്തവനല്ലേ താൻ. എന്നിട്ടിപ്പോ വേറെ ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ തനിക്ക് ഞാനിപ്പോ കാണിച്ചു തരണോ അല്ലേ? വീണോ? നിർത്തണോ? എന്താ ദമയന്തി പറയുന്നത്? തിരിച്ചു കിട്ടിയില്ലെങ്കിലെന്നോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ പറയുന്ന കേക്കാൻ ആരും തയ്യാറല്ലല്ലോ. പോലീസുകാരെ വിളിച്ച് നിത്യ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. സുജാതെ, സാറ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വേറൊരു കുടുംബത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കല്ലേ അറിയൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയാ ഞങ്ങള് ഇത്രയും കാലം പോരാടി നിന്നത്. ഞങ്ങളോടൊരു ബന്ധം സ്ഥാപിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. പക്ഷേ ആദിമോന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടു നിൽക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സുജാതെ ഒന്നും പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല. കുഞ്ഞു കൂടെ ഇല്ലെങ്കിൽ ജ്യോതി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവില്ല. അവള് നിങ്ങളെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് എന്താ? എനിക്ക് ആരെയും വെട്ടിപ്പിരിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല സുജാതെ. സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. ഞാൻ വിളിക്കാവേ. ഹരിയേട്ടൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? വാ. വാ, ഇരിക്ക്. ഹരിയേട്ടൻ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഇവിടെ ഞാനിപ്പോ താമസം. ഞാൻ എന്തിനാ വന്നതെന്നൊക്കെ നിനക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യം എവിടെ? ആദ്യോ? ആദ്യം നിന്റെ കസ്റ്റഡിയിലാണെന്നൊക്കെ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ വെക്കാൻ ഞാൻ എന്താ കൊള്ളക്കാരിയോ? ആദിയെ കാണാതായ വിവരം മനുവിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് നീയല്ലേ? അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ വേറെ എന്ത് വേണം ആദിയുടെ മിസ്സിംഗ് നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കാൻ? ഹരിയേട്ടൻ ആദ്യം തെരഞ്ഞു വന്നതാണെങ്കിലേ ഇതിനകത്ത് എവിടെ വേണമെങ്കിലും നോക്കിക്കോ. ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് നീ എന്ന് എനിക്കറിയാം. നിന്നെ കൊന്നിട്ടാണെങ്കിലും കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. താൻ ആരോടാ എന്നെ ഭീഷണിപ്പെടുത്താൻ? എന്റെ അച്ഛൻ എനിക്ക് തരേണ്ട സമ്പത്ത് മുഴുവൻ അനുഭവിച്ച് തീർക്കുന്നവനല്ലേ താൻ. എന്റെ അച്ഛൻ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോ ഒരു വാക്ക് ചോദിക്കാത്തവനല്ലേ താൻ. എന്നിട്ടിപ്പോ വേറെ ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ തനിക്ക് ഞാനിപ്പോ കാണിച്ചു തരണോ അല്ലേ? വീണോ? നിർത്തണോ? എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മനസ്സുകൊണ്ട് ബലിയർപ്പിച്ച് എന്റെ അച്ഛൻ എന്നെ പടിയിറക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് താനാ. താനിങ്ങനെ ഇത്തിൽ കണ്ണി പോലെ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാ എന്റെ അച്ഛൻ എന്നെ വേണ്ടാതായത്. എല്ലാരും കൂടെ
വീണയങ്ങ് തോൽപ്പിക്കാന്നല്ലേ വിചാരിച്ചത്? എന്നാ വീണ എങ്ങനെ തോറ്റു തരാൻ തയ്യാറല്ല. താൻ എന്താടോ കരുതിയത്? വീണയെ പുറത്താക്കിയിട്ട് അവളെയും കെട്ടി സുഖായിട്ടങ്ങ് ജീവിക്കാന്നോ? സമ്മതിക്കില്ലടോ. ഒരു നിമിഷം പോലും തനിക്കോ അവൾക്കോ ഞാൻ സമാധാനം തരില്ല. താനും അവളും ചിരിക്കുമ്പോ വീണ ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാത്തിനെയും ഇവിടെ വരുത്തും, എന്റെ കാല് നക്കി തുടയ്ക്കാൻ. താൻ പറയുന്ന ഈ കൊച്ചുണ്ടല്ലോ, ഈ ആദി, അവൻ എവിടെയാണെന്ന് എനിക്കറിയാടോ. പക്ഷേ ഞാൻ ആർക്കും അവനെ കാണിച്ചു തരില്ല. കുഞ്ഞിനെ കൊണ്ടുപോയവര് ചെലപ്പോ അവനെ അങ്ങ് കൊല്ലും. നിങ്ങളൊന്നും അവന്റെ ശവം പോലും കാണില്ലടോ. അലറിയിട്ടൊന്നും ഒരു കാര്യമില്ലടോ. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞാ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവില്ല. പിന്നെ താനീ പൊക്കിപ്പിടിച്ചോണ്ട് വന്ന തെളിവുണ്ടല്ലോ, മനുവിന്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു എന്ന് പറയുന്നത്. പരിചയമുള്ളൊരു വീട്ടിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു, ഞാൻ ആ വിവരം ഒന്ന് അറിയിച്ചു. അങ്ങനെ ഒരു വിശദീകരണം മാത്രം മതി അതിന്. അതിപ്പോ നിത്യക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് ഞാനുണ്ടാവാം, അല്ലെങ്കിൽ അവള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവാം. നിയമത്തിന്റെ മുമ്പില് വീണയുടെ കോളിന് അത്രയും സാധ്യതയുള്ളൂടോ. തനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടോ? എന്നെ കൊല്ലണമെന്നുണ്ടോ? തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യടോ. എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. പക്ഷേ താൻ ഒന്നോർത്തോ, അതേ നിമിഷത്തില് ആ കുഞ്ഞിന്റെ മേലും കൂടിയാ താൻ കൈവയ്ക്കുന്നത്. ഇത് വീണയാടോ. ജയിക്കണോന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാലേ ജയിച്ചിട്ടേ അടങ്ങൂ. ജീവൻ ജയിലിലായതുകൊണ്ട് നിങ്ങളെല്ലാരും രക്ഷപ്പെട്ടോന്ന് കരുതണ്ട. വീണ പുറത്തുണ്ട്. നിന്റെയൊക്കെ തലയില് ഇടുത്തിയായിട്ട് പെയ്യാൻ. മനുവിനെ പോലെയല്ല അവന്റെ കുടുംബം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉറക്കെയാണ് സംസാരം. അതാരെയൊക്കെ വേദനിപ്പിക്കുമെന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. എത്ര സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞു എന്നറിയോ? മോനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ മോള് സുജാതയുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന്. അമ്മേ, അങ്ങനെയൊക്കെ അവര് പറഞ്ഞോ? എന്നോട് പറഞ്ഞത് പോട്ടെ, അച്ഛന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ധിക്കാരത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ രഘുവേട്ടൻ എല്ലാം കേട്ട് നിന്നതേ ഉള്ളൂ. ബന്ധുക്കളോടുള്ള മര്യാദ. മധുര നൊമ്പരക്കാറ്റ്